ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രൈവിങ്ങിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ ഒന്നാണ് ഒരു വണ്ടി ട്രാഫിക്കും കയറ്റമുള്ള റോഡിൽ എടുക്കുക എന്നുള്ളത്. വണ്ടി ഓടിച്ചു തുടങ്ങുന്ന ഒരു ഡ്രൈവർ ആണെങ്കിൽ അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ ആ ഒരു കാര്യം കൈകാര്യം ചെയ്യും. എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. കാരണം ഒരു കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് നമുക്ക് പഠിക്കും. അതോടൊപ്പം തന്നെ ഒരു ട്രാഫിക്കിൽ ഇത്തരത്തിൽ ഒരു സന്ദർഭങ്ങളിൽ വന്നു കഴിഞ്ഞാൽ മുന്നിലൊരു വണ്ടിയുണ്ട്, പുറകിലൊരു വണ്ടിയുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ വണ്ടി കുറച്ച് പോലും പുറകോട്ട് ഉരുണ്ടു പോകാതെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നമുക്ക് വണ്ടിയെ മുന്നോട്ട് നീക്കാനും, പെട്ടെന്ന് ട്രാഫിക് ആണെങ്കിൽ മുന്നിൽ പോകുന്ന വണ്ടി ഒന്ന് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സഡൻ ബ്രേക്ക് ചെയ്ത് വണ്ടിയെ വീണ്ടും നിർത്തുകയും വീണ്ടും നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. നിങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ ഒരു കയറ്റത്ത് വണ്ടി ട്രാഫിക്കിൽ മുന്നിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ പുറകിലും മറ്റൊരു വണ്ടിയുണ്ട്, അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വണ്ടിയെങ്കിൽ നമുക്ക് എങ്ങനെ വണ്ടി പതുക്കെ ഒന്ന് മുന്നോട്ടെടുക്കാം, പതുക്കെ നിർത്താം എന്നുള്ളത് പറഞ്ഞുതരാം. ഇനി നിങ്ങൾ നമുക്ക് ഡ്രൈവിങ്ങിനിടയിൽ വരുന്ന ഇത്തരത്തിലുള്ള ട്രാഫിക്കിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ട്രാഫിക് എന്ന് പറയുന്നത് സിറ്റി പോലെയുള്ള റോഡുകളിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ട്രാഫിക്കുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അവിടെ നമുക്ക് സിഗ്നൽ ലൈറ്റുകളുണ്ട്, അത് നോക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളിൽ നമുക്ക് ട്രാഫിക്കുകൾ മറ്റ് ചെറിയ റോഡുകളിലും വീതിയുള്ള റോഡുകളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു കയറ്റത്ത് വരുന്ന ഒരു ട്രാഫിക്കിലാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ട് ഒരു ബിഗിനറിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾ കയറ്റത്തുണ്ടാകുന്ന ട്രാഫിക്കിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നമ്മൾ കയറ്റത്തുണ്ടാകുന്ന ട്രാഫിക്കിൽ മുന്നിലും പിന്നിലും വണ്ടി ഉണ്ടായിരിക്കും. അപ്പോൾ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗതയ്ക്കനുസരിച്ച് നമ്മുടെ വണ്ടി നമ്മൾ നീക്കണം. നമ്മൾ നീക്കുന്ന ടൈമിൽ നമ്മുടെ വണ്ടി എടുക്കുന്ന ആ ഒരു ടൈമിൽ പുറകോട്ട് വണ്ടി കുറച്ച് പോലും ഉരുണ്ടു പോകാനും പാടില്ല. ഉരുണ്ടു പോയി കഴിഞ്ഞാൽ തൊട്ട് പുറകിൽ ചേർന്നായിരിക്കും മറ്റൊരു വണ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ. അത്രയും കെയർഫുള്ളോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കയറ്റത്തുള്ള ഒരു ട്രാഫിക്കിൽ നമ്മൾ വണ്ടിയെ മൂവ് ആക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള എളുപ്പ മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ മുന്നിലായിട്ട്, വീടിൻ്റെ മുന്നിലായിട്ട് ഇവിടെ ഒരു ചെറിയൊരു കയറ്റമുണ്ട്. അവിടെ തന്നെ വണ്ടി എടുത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുക്കുന്നു. നിങ്ങൾ ട്രാഫിക്കുള്ള ഒരു കയറ്റത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ പരമാവധി കയറ്റത്തെടുക്കുമ്പോൾ പരമാവധി എന്നല്ല, നമ്മൾ കൃത്യമായിട്ടും കയറ്റത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്തേ ട്രാഫിക്കിൽ വണ്ടി എടുക്കാവുള്ളൂ. ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഓർക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഞാനൊരു കയറ്റത്തുള്ളൊരു സ്ഥലത്താണ് വണ്ടി നിൽക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു കയറ്റത്ത് കയറി പോകുന്നു. പെട്ടെന്ന് മുന്നിലൊരു വണ്ടിയുണ്ട്, ഒരു ബ്ലോക്ക് വന്നു. മുന്നിൽ നിരനിരയായിട്ട് വണ്ടിയുണ്ട്, ബ്ലോക്ക് വന്നു. പുറകിലും മറ്റു വണ്ടിയുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ വണ്ടിയെ എടുക്കണം. എങ്ങനെ എടുക്കാമെന്നുള്ളത് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇങ്ങനെയുള്ള ടൈമിൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ബ്രേക്ക് പെഡലിൽ നിന്ന് കാലയക്കരുത്. നന്നായിട്ട് ബ്രേക്ക് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് ഞാൻ പതിയെ കാലയച്ചിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾ ചെറിയൊരു കയറ്റത്തിട്ടിട്ട് ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ വണ്ടിക്കകത്തൊരു വൈബ്രേഷൻ ഉണ്ടാകും. ആ വൈബ്രേഷൻ്റെ അർത്ഥം നമ്മുടെ വണ്ടി ഹാഫ് ക്ലച്ചിൽ പോയിന്റിലെത്തി വണ്ടി മുന്നോട്ട് നീങ്ങാനാണ് നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടുന്നതുകൊണ്ടാണ് വണ്ടി മുന്നോട്ട് നീങ്ങാത്തത്. പിന്നെ ആ ഒരു വൈബ്രേഷൻ ലെവലിൽ നിന്ന് വീണ്ടും നമ്മൾ കാലയച്ചാൽ വണ്ടി ഓഫായി പോകും എന്നുള്ളതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള ഒരു വൈബ്രേഷൻ ലെവലിൽ നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കണം. ഒരു ചെറിയ രീതി ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ ഒരു വൈബ്രേഷൻ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുമ്പോൾ നമുക്ക് വണ്ടി ഇങ്ങനെ നീക്കാം. ഓക്കെ, അതായത് ആ ഒരു വൈബ്രേഷൻ പോയിന്റിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. നിന്നതിന് ശേഷം നമ്മൾ ആ വൈബ്രേഷൻ ലെവലിൽ നിന്ന് ഹാഫ് ക്ലച്ചിൽ നിന്ന് കാലയക്കാൻ പാടില്ല. കൃത്യമായിട്ട് അങ്ങനെ തന്നെ കാല് വെച്ചേക്കുക. എന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തിട്ട് ആക്സിലേഷൻ കുറച്ച് മുന്നോട്ട് കൊടുക്കണം. കുറയാൻ പാടില്ല, ഒരു കുറച്ച് മുന്നോട്ട് ആക്സിലേഷൻ കൊടുക്കണം. കാരണം നമ്മളൊരു കയറ്റത്താണ് വണ്ടി നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വൈബ്രേഷൻ ലെവൽ, അതായത് ഹാഫ് ക്ലച്ചിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ ആക്സിലേഷൻ കൊടുക്കുന്ന സെയിം ടൈമിൽ പതിയെ അയക്കണം. ആ ഒരു ടൈമിൽ ഒരു കാരണവശാലും ആക്സിലേഷനിൽ നിന്ന് കാലെടുക്കരുത്. പല ആൾക്കാർ ഈ ക്ലച്ച് എന്ന് അയക്കുന്ന ടൈമിൽ ആക്സിലേഷൻ കുറച്ച് കൊടുക്കും. അപ്പോഴാണ് വണ്ടി ഓഫായി പോകുന്നത്. ആ ഒരു മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത്.
ഇനി ഞാനിത് പതിയെ ക്ലച്ച് ചെയ്യുന്ന അയക്കുന്ന ആ ഒരു സെയിം ടൈമിൽ ഞാനിത് ആക്സിലേഷൻ കൊടുത്തിട്ട് ഇത് വണ്ടി മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കുക, അപ്പോൾ നമ്മുടെ വണ്ടി പതിയെ കണ്ടില്ലേ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ വണ്ടിയെ പതുക്കെ നീക്കുക. പെട്ടെന്ന് നമുക്ക് നിർത്തേണ്ട ഒരു സന്ദർഭം വരുന്നു, മുന്നിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് അങ്ങ് നിർത്തി. അപ്പോൾ എന്ത് ചെയ്യണം, ക്വിക്കായിട്ട് ക്ലച്ച് ആദ്യം ചവിട്ടിയിട്ട് ബ്രേക്ക് വരിക. ബ്രേക്കെല്ലാം ആദ്യം ചവിട്ടേണ്ട, ഫസ്റ്റ് ക്ലച്ച് ചവിട്ടണം, എന്നിട്ട് ബ്രേക്ക് വരിക. കാരണം നമ്മുടെ വണ്ടി പതിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വണ്ടിയെ നിർത്തേണ്ട സന്ദർഭം വരുമ്പോൾ ആദ്യം ബ്രേക്കിലേക്ക് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ ഇടിച്ചിട്ട് ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് വരും. ഒരു ട്രാഫിക്കിൽ വണ്ടി നിർത്തുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കയറ്റത്താണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് വരിക. അപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആകാതെ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് സാധാരണ എല്ലാ ഡ്രൈവർമാരും ചെയ്യുന്ന ഒരു മെയിൻ പോയിന്റ്. എന്നാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ എടുക്കാനായിട്ട് കഴിയുന്നില്ല, തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോളാകും ഈ ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്ന ടൈമിൽ ബിഗിനറിന്. അപ്പോൾ വണ്ടി പുറകോട്ട് പോകാതിരിക്കാനായിട്ടുള്ള മാർഗ്ഗം നമ്മൾ കണ്ടെത്തുക. അതിനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം നമ്മൾ തേടുക എന്നുള്ളത് മാത്രമേ പിന്നെ നമുക്കത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് തീർത്തും എടുക്കാനായിട്ട് കഴിയുന്നില്ല, നമ്മൾ പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി എടുക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇനി നിങ്ങളെ ഹാൻഡ് ബ്രേക്കിൽ എടുക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ വീടിന് മുന്നിലായിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്ലോപ്പുണ്ട്, ഒരു കയറ്റമുണ്ട്. അപ്പോൾ അവിടെ ഇട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനിത് ഈ ഒരു സ്ലോപ്പിലേക്ക് വന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ ട്രാഫിക് പോലെ തന്നെ ഈ ഒരു ഭാഗം കണക്ക് കൂട്ടുക. ഇവിടെ ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും വണ്ടി നിർത്തി, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു. നമുക്ക് വണ്ടിയെ ഇപ്പം മുന്നോട്ട് നീക്കി നിർത്തണം. അപ്പോൾ മുന്നിലൊരു വണ്ടി ഉണ്ടെന്ന് തന്നെ നിങ്ങൾ സങ്കല്പിക്കുക. ഞാനിതേ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നു നന്നായിട്ട്. അതിന് ശേഷം ബ്രേക്കിൽ നിന്ന് നിങ്ങൾ പതിയൊന്ന് കാലെടുത്ത് നോക്കുക, വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ടോ എന്ന്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ടും ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, പക്ഷേങ്കിൽ വണ്ടി പോകുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ ഈ ഹാൻഡ് ബ്രേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് മേലേക്ക് പ്രസ് ചെയ്തിട്ട് ഈ ബട്ടണെ ഞെക്കുക. അപ്പോൾ നമുക്ക് ഇത് വണ്ടി ബാക്കിലേക്ക് ഇത് കണ്ടോ ഇപ്പോൾ ഉരുളുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഹാൻഡ് ബ്രേക്ക് ഇതേ വലിച്ചിടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് ഇത്തരത്തിൽ വലിച്ചു പിടിക്കുക. ഒന്നെങ്കിൽ ഓഫ് ചെയ്ത് നമ്മളിത് ഇത്തരത്തിൽ ബട്ടണിൽ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചേക്കുക, നമ്മളുടെ വലത്തെ കൈ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വരിക. ആക്സിലറേറ്റർ പെഡലിൽ വന്നിട്ട് ചെറുതായിട്ട് ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കുക. ലൈറ്റായിട്ട് ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഞാനിത് ക്ലച്ചിൽ നിന്ന് അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു. എന്നിട്ട് ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് അയക്കുന്നുണ്ട്, പക്ഷേ ഈ വണ്ടി നീങ്ങുന്നില്ല. കാരണം എന്താണ്, ഹാൻഡ് ബ്രേക്കിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഹാഫ് ക്ലച്ചിലാണ് വണ്ടി നിൽക്കുന്നത്, ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഹാൻഡ് ബ്രേക്കിൽ വണ്ടി നിൽക്കുന്നില്ല. ഹാൻഡ് ബ്രേക്കിലായതുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് ഇവിടെ പതിയെ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന സെയിം ടൈമിൽ അയക്കുന്ന സെയിം ടൈമിൽ ആക്സിലേഷൻ കൊടുത്തപ്പോൾ ഇതേ വണ്ടി മുന്നോട്ട് നീങ്ങി. വീണ്ടും ഞാനിത് വണ്ടി പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങളിത് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ വലിച്ചിടുമല്ലോ, വലിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ഈ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ മേളിലേക്ക് പ്രസ് ചെയ്യുക. നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് മേളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇത് ചെറുതായിട്ട് ഈ ലോക്ക് മാറും. അല്ലെങ്കിൽ നമ്മളിത് ലോക്കെ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ മാറത്തില്ല. കണ്ടില്ലേ, നമ്മൾ മേളിലേക്കൊന്ന് പ്രസ് ചെയ്യുന്നു, ലോക്ക് കണ്ടില്ലേ അഴിയുന്നു. എന്നിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചേക്കുക, ലോക്ക് അഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന 2 മെത്തേഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇത് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് തിരക്കുള്ള ട്രാഫിക്കിൽ പോയിട്ടല്ല, ഇതുപോലെ ചെറിയ നമുക്ക് വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തിരക്കില്ലാത്ത ഒരു സ്ഥലത്തിട്ടിട്ട് ഇത് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാലിലാണ് നമ്മൾ പ്രധാനമായിട്ടും ക്ലച്ച് ബ്രേക്കിൻ്റെ ആക്സിലറേറ്ററിൻ്റെ ഒരു ബാലൻസിങ്ങും ഹാൻഡ് ബ്രേക്കിൻ്റെ ബാലൻസിങ്ങും ഒക്കെയാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ഏതൊരു തിരക്കുള്ള റോഡിലും ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾക്ക് ഇനി വേണ്ട വീഡിയോകൾ ഏതാണ് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തിടാം. കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഇപ്പോൾ ഏകദേശം ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം നിങ്ങൾ കയറി കാണുക, ഒരുപാട് വീഡിയോകളുണ്ട്. ഒപ്പം നമ്മൾ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് വീഡിയോ ആണെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ചെയ്തിടാം. ഓക്കെ, അത് ഡ്രൈവിംഗ് മാത്രമല്ല വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ട് അത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച്
തീർച്ചയായിട്ടും ഞാൻ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിടാം. ഒപ്പം നിങ്ങൾക്ക് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് എല്ലാവരും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനുള്ള മറുപടികൾ നൽകുന്നതായിരിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.